ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹുമ്മ ലാ തജിയൽ ഖബറി വഅഥനൻ യുബദ്, അതിന്റെ അർത്ഥം എന്റെ ഖബറിന്റെ ആരാധന സ്ഥലം ആക്കണ്ട എന്നാണോ, അതോ എന്റെ ഖബറിന്റെ വിഗ്രഹം ആക്കണ്ട എന്നാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ചോദിക്കാം. എനിക്ക് ജസ്റ്റ് ആദ്യം അതാണ് അറിയേണ്ടത്, അത് വിഗ്രഹം ആക്കണ്ട എന്നാണോ ആരാധിക്കണ്ട എന്നാണോ? ഹദീസിൽ രണ്ട് പദവുമുണ്ട്. വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹു എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നാണ് ഹദീസ്. നബി തങ്ങളുടെ ദുആയാണ്. ഓക്കേ, ചോദിച്ചോളൂ. വിഗ്രഹം എന്നത് ഏത് പദത്തിന്റെ അർത്ഥമാണ്? വസൻ. വസന എന്നത് വിഗ്രഹം എന്നത്. എന്നാൽ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലേ, സ്വീകരിച്ചു. എന്നാൽ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ എങ്ങനെയാണ് ശിർക്കാകുന്നത്? നബിയുടെ ഖബർ വിഗ്രഹമായിട്ടില്ല. അപ്പൊ ഇസ്തിഗാസ ആരാധനയല്ല. എങ്ങനെയാണ്? നബിത്തങ്ങള് ഖബർ വിഗ്രഹമല്ല, പക്ഷെ സുന്നികൾ ചെയ്യുന്നത് ഇസ്തിഗാസ ശിർക്കുമല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ടോ? ഇല്ലേ. അപ്പൊ ഇസ്തിഗാസ തൗഹീദാണോ ശുദ്ധ ശിർക്കാണ്? ശുദ്ധ ശിർക്കാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഞാൻ തന്നെ അവിടെ പോയിട്ട് വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറഞ്ഞുകൊണ്ട് ഇർതഖബതു അലൽ ഖതാ ഗൈറ അസ്രി വഅദ് പാടിയിട്ടുണ്ട്. അപ്പൊ ആ ദുആയിന് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ എത്തി? ഞാൻ ചെയ്തത് ആരാധനയല്ലേ? അതാണ് സംശയം. ആരാധനയാണ്. ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ തൗബ ചെയ്യണം, ഏറ്റവും വേഗം തൗബ ചെയ്യണം. നിങ്ങൾ പറഞ്ഞല്ലോ, ബാക്കി എല്ലാം പറഞ്ഞുതരാം. നീ ഇരിക്കി, നിങ്ങൾ കേൾക്കി. നിങ്ങൾ ചോദിച്ചാൽ മാത്രം ഉത്തരം കേൾക്കണ്ടേ? ഇരിക്കി. അപ്പൊ നിങ്ങൾ ഉടനെ തൗബ പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞിട്ട്, ഞാൻ ഉത്തരം പാട്ട് പറഞ്ഞോളി, ഉത്തരം പാട്ട് പറഞ്ഞോളി. നിങ്ങൾ കേൾക്കി, ഞാൻ പറയാം. ഉത്തരം അവിടെ ഇരിക്കങ്ങളെ സുഹൃത്തെ അബൂഷൈം, അവിടെ ഇരിക്കി, നിങ്ങൾ ഇരിക്കി. അല്ലെ 2 മിനിറ്റ് 1, 2, 5 ഒക്കെ നിങ്ങൾ ചോദിക്കാം, തരാ. നിങ്ങൾ ഉത്തരം കേൾക്കി. എന്താ ഉത്തരം കേട്ട് പറഞ്ഞാൽ പോരെ? അപ്പോഴേക്കും മറന്നു പോവോ? ഞാൻ ഉത്തരം പറഞ്ഞിട്ട് കേട്ടോളി. നബിതങ്ങൾ ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. നബിതങ്ങളുടെ ഖബർ അന്നു മുതൽ ഇന്ന് വരെ ഒരു വിഗ്രഹമായിട്ടില്ല. അവിടെ പോയി തൊടാനും മുത്താനും തടവാനും സുജൂദ് ചെയ്യാനും തവാഫ് ചെയ്യാനും ഒന്നുമുള്ള സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ ഖബർ ദർഗയായി മാറിയിട്ടില്ല. നിങ്ങൾ കേൾക്കി, കേട്ട് ചോദിക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ, ഇരിക്കും. ആ ഖബർ തൊട്ടുമുത്താൻ സാഹചര്യമില്ല. അതാ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അല്ലാഹു തആല ഈ ദുആക്ക് ഉത്തരം നൽകി. ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹതഹു ബിസലാഖത്തിൽ ജുദ്റാനി. നബിതങ്ങളുടെ ഈ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ആ ഉത്തരമാണ് എന്ത്? ആ ഖബറിനെ 3 മതിൽക്കെട്ടുകൾക്കുള്ളിൽ സംരക്ഷിച്ചു. നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ആ മതിലിന് പുറത്തേക്കാനേ പറ്റുള്ളൂ, ഖബറിന് ചെല്ലാൻ കഴിയില്ല. കേൾക്കി, ഉത്തരം കേൾക്കി. എന്നിട്ടല്ലേ ചോദ്യം ചോദിക്കാനുള്ള ആവേശത്തിന് പകുതി ഉത്തരം കേൾക്കാനെങ്കിലും വേണം. അപ്പൊ നബിതങ്ങളുടെ ഖബറിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് ഇർതഖബത്ത് പാടാനും കഴിയില്ല, ആ ഖബർ തൊടാനും കഴിയില്ല, ജാറ മൂടാനും കഴിയില്ല. ഞങ്ങൾ ഇവിടെ ഉല്ലാസർഗി പോയാൽ അങ്ങനെയാണോ? അല്ലല്ലോ. ജാറ മൂടാൻ പറ്റും, വെളുക്കെത്തിക്കാൻ പറ്റും, തൊട്ടുമുത്താൻ പറ്റും, തടവാൻ പറ്റും. അവിടെ അതൊന്നുമില്ല. അത് ഇന്ന് മാത്രമല്ല, ഒരു കാലത്തുമില്ല. അത് വഹാബികളായതുകൊണ്ട് മാത്രമല്ല, സ്വഹാബികളുടെ കാലത്ത് അങ്ങനത്തെ ഒരു കാലത്തും അത് പറ്റിയിട്ടില്ല. അതാണ് അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തത്. പിന്നെ ആളുകൾ ലോകത്തെ പല ഭാഗത്തും നബി ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് സമ്മതിക്കരുത് റബ്ബേ, നബി ദുആ ചെയ്തിട്ടില്ല. നബി ദുആ ചെയ്ത എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കേണ്ടതാണ്. ആ ദുആക്ക് ഉത്തരം കൊടുത്തു. ആ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായിട്ടില്ല. എന്നാൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉസ്താദുമാരെ കെണിയിൽ പെട്ടുകൊണ്ട് ലോകത്ത് പല ഭാഗത്തുനിന്നും നബിയെ വിളിക്കുന്നുണ്ടാകാം, സ്വഹാബിനെ വിളിക്കുന്നുണ്ടാകാം, പലരെയും വിളിക്കുന്നുണ്ടാവാം. അത് റബ്ബേ നീ ഇല്ലാതാക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ നബി ദുആ ചെയ്തിട്ടില്ല. നബി ദുആ ചെയ്തെന്താ? ലാ തജ്അൽ ഖബരി, എൻ്റെ ഖബറിനെ വസനാക്കരുതേ. ആ ഖബർ വസനായിട്ടില്ല. സ്വഹാബികളുടെ കാലത്തുമില്ല, താബീങ്ങളുടെ കാലത്തുമില്ല, തബഉ താബിയുടെ കാലത്തുമില്ല. 1400 കൊല്ലമായിട്ട് ആ ഖബർ ഇങ്ങനെ ഒരാൾക്കും ചെല്ലാനും ആ ഖബർ തടവാനും ആ ഖബർ മുത്താനും ആ ഖബറിന് ജാറം മൂടാനും ഒന്നും പറ്റാത്ത വിധം അല്ലാഹു തആല ഖബറിനെ സംരക്ഷിച്ചത് ഈ ദുആഇന് ഉത്തരമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നു. നീ ചോദിച്ചോളൂ. കൊടുത്തോളൂ. ഇസ്തിഗാസ ശിർക്കാണോ തൗഹീദാണോ? ശിർക്കാണ്.
അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരുന്നത് എന്ന് എൻ്റെ ഖബറിന്റെ ആരാധന സ്ഥലക്കാണ്. ഈ ശിർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഇസ്തിഗാസ ആരാധനയാണ്, അതുകൊണ്ടാണ് അത് ശിർക്ക് എന്നല്ലേ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും എത്ര ഉണ്ട്, അകലെ എത്ര ഉണ്ട്, ദൂരം എത്ര ഉണ്ട് എന്ന് പരിധി വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഇത് തീരുമാനിക്കേണ്ടത്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ആ ഖബറിന്റെ തൊട്ടടുത്ത്, അതായത് എല്ലാ സ്ഥലത്തും മദീനയിൽ തങ്ങളുടെ ഖബർ ഉണ്ടായതുപോലെ സൗദിയിൽ ഉണ്ടാവാനൊന്നുമില്ല, പക്ഷേ എന്റെ ഖബർ ആരാധന സ്ഥലമാക്കണ്ട എന്ന് ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലേ. എന്തുകൊണ്ട് ഞങ്ങൾ എത്തി? ഞാൻ അവിടുത്തെ മതിൽ ചുമല തൊട്ടിട്ട് മുറ്റിത്തുണ്ട്, അവിടെ വലവാനവും ഇല്ലലമും ആയത്ത് ഓതിയിട്ടുണ്ട്, ഇർത്തകബത്തും പാടിയിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ എത്തി? പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ സമൂഹം, ഈ ഇവരോട് കൂടുന്ന സമൂഹം എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ അവിടെ പോയി ചെയ്തത് ശിർക്കാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തൗബ ചെയ്യണം. ശിർക്ക് ചെയ്തവൻ തൗബ ചെയ്യേണ്ടതാണോ അതോ ഷഹാദത്ത് പറയേണ്ടതാണോ? അത് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ചെറിയ ബേജാറുണ്ട്. തൗബ ചെയ്താൽ മതി, ഒരു മുസ്ലിം തൗബ ചെയ്താൽ മതി. ഇന്നല്ലാഹ യഗ്ഫിർ, കേൾക്കി, നിങ്ങളെന്താ ഉത്തരം കേൾക്കാത്തത്? ഇന്നല്ലാഹ യഗ്ഫിർ ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ശിർക്ക് ചെയ്താലും ഒരു മുസ്ലിം ശിർക്ക് ചെയ്താൽ, അവൻ തൗബ ചെയ്താൽ അല്ലാഹു തആല പൊറുക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ തൗബ ചെയ്യുക. ഏതായിരുന്നാലും അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ ഖബറിന് അവിടെ ചെന്നു, പക്ഷെ 3 ചുമതിന്റെ അപ്പുറത്തേ എത്താൻ കഴിയുള്ളൂ. ഖബറിന് ചെല്ലാൻ കഴിയില്ല. നബിതങ്ങളുടെ ഖബർ കഴിഞ്ഞിട്ട് ഒരു ചുമര്, അത് കഴിഞ്ഞ് മറ്റൊരു ചുമര്, അത് കഴിഞ്ഞ് മറ്റൊരു ചുമര്, അവിടെ എത്തും, അപ്പുറത്തേക്ക് എത്തൂല. അതാണ് ദുആയുടെ ഉത്തരം. ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് മദീനത്തെ ഖബർ ഉണ്ടാവില്ല. അതൊക്കെ പല സ്ഥലത്തും വാരി കൊണ്ടിട്ടുണ്ടാവും. ആ മണ്ണും, എന്നിട്ട് ഇവിടെ മണ്ണും പൊടിയൊക്കെ കോഴിക്കോട് എത്തിപ്പോ. ഇങ്ങനെയൊക്കെ കേൾക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും മദീനത്തെ പൊടി ഇപ്പൊ കോഴിക്കോടുണ്ട്. അപ്പൊ ഈ ദുആ കൂടെ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പൊ ആ ദുആക്കുള്ള ഉത്തരമാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ജിദാറുകൾ, 3 ചുമരുകൾ കൊണ്ട് അല്ലാഹു തആല ആ ഖബറിനെ സംരക്ഷിച്ചു. എന്തിന്? ദുആക്കുള്ള ഉത്തരം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ അവസാന ദിവസങ്ങളിൽ, നബി തങ്ങൾക്ക് രോഗം ആരംഭിച്ചത് സഫർ മാസം 30-നാണ്, വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. 13 ദിവസമാണ് നബി തങ്ങൾ രോഗിയായി കഴിഞ്ഞത്. നബി തങ്ങൾ രോഗിയായി കിടക്കുന്ന അവസാന ദിവസങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി തങ്ങൾ കിടന്നത്. അന്ന് ആയിഷ ബീവി പറയാണ്, നബി തങ്ങൾക്ക് ഒരു പുതപ്പ് കൊണ്ട് ഞങ്ങൾ പുതച്ചു കൊടുത്തിട്ടുണ്ട്. നബി തങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നു. തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ആ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് മുഖം ഇങ്ങനെ തടവും. ഇടയ്ക്ക് ബോധം വരും, ഇടയ്ക്ക് ബോധം പോകും, വീണ്ടും ബോധം വരും, വീണ്ടും ബോധം തരും. ആ ഒരു അവസ്ഥയിൽ നബി തങ്ങൾ പറഞ്ഞു, ബോധം വരുന്നു, പോകുന്നു. അതിനിടയിൽ ഒരിക്കൽ ബോധം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, യഹൂദി നസ്വാറാക്കൾക്ക് റബ്ബിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിനാൽ റബ്ബിന്റെ ശാപമുണ്ട് എന്ന് നബി തങ്ങൾ ആ സമയത്ത് പറഞ്ഞു. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, എന്തിനാണ് നബി തങ്ങൾ ഇപ്പോ അത് പറയുന്നത്? യുഹദ്ദിറു മാ സ്വനഉ, അവർ ചെയ്തതുപോലുള്ള കാര്യം ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ നബി തങ്ങൾ വാണിംഗ് കൊടുക്കുകയാണ്. അന്ന് നബി അത് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, വഫാത്തിന്റെ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ പുറത്തെവിടെങ്കിലും ആകുമായിരുന്നു, വീട്ടിലാക്കാതെ പുറത്തെവിടെങ്കിലും മറവ് ചെയ്യുമായിരുന്നു. പക്ഷേ പുറത്തെവിടെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതും ഒരു മസ്ജിദായി മാറുമോ, അതും സുജൂദിന്റെ കേന്ദ്രമായി മാറുമോ, ആരാധനാ കേന്ദ്രമായി മാറുമോ എന്ന് ഭയപ്പെട്ടതിനാൽ ആ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കിയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പൊ നബി തങ്ങളുടെ ഖബർ നിങ്ങൾക്കെന്നല്ല ഒരാൾക്കും അതിന് ഉള്ളിൽ കയറാൻ ചാൻസ് ഇല്ല, അവിടെ തൊടാനും മുത്താനും ചാൻസ് ഇല്ല. നിങ്ങൾ തൊട്ടു പറഞ്ഞ മതില് നബിന്റെ ഖബറല്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ അവിടെ മുത്തി തൊട്ടു, നബിന്റെ ഖബറല്ല. സമാധാനത്തിൽ തൊട്ടു പോയാൽ പോലീസുകാരും കാണാത്തോണ്ടാ, അത് വേറെ കാര്യം. അപ്പൊ നബിയുടെ ഖബറല്ലത്. നബിയുടെ ഖബർ കഴിഞ്ഞ് ഒരു മതില്, പിന്നെ രണ്ടാമതൊരു മതില്, പിന്നെ മൂന്നാമതൊരു മതില്. ആ മൂന്നാമത്തെ മതാണ് ആ ഗ്രില്ലിട്ട് നെറ്റുള്ള ഭാഗം. അവിടെ കയറി വന്നാൽ തൊടാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനി 2 മതിൽ പൊളിച്ചിട്ട് വേണം ഖബറിലേക്ക് എത്താൻ. അപ്പൊ ആ 3 മതിലുകളാണ് ആ ദുആക്കുള്ള ഉത്തരം. പിന്നെ ശിർക്ക് ലോകത്ത് ചെയ്യും, അത് നബി തങ്ങൾ തന്നെ പറഞ്ഞു. നബി തങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ ശിർക്കിൽ വരും, മുശ്രിക്കുകളൊപ്പം ചേരും. നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. നബി ആകെ പഠിപ്പിച്ച ഈ ഹദീസ് മാത്രമല്ലല്ലോ, നബി ധാരാളം ഹദീസ് പഠിപ്പിച്ചു. മറ്റു ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് ഉണ്ടാവുകയില്ല ഹത്താ തൽഹഖ ഖബാഇലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, ചില ഗോത്രങ്ങൾ, ചില വിഭാഗങ്ങൾ മുശ്രിക്കീങ്ങളോട് ചേർന്നിട്ടല്ലാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല.
അതേപോലെ എൻ്റെ ഉമ്മത്തിലെ വിഗ്രഹങ്ങൾ വീണ്ടും ആരാധിക്കപ്പെടും, എന്നിട്ടേ ഖിയാമത്തുണ്ടാവുകയുള്ളൂ എന്നൊക്കെ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു. അപ്പൊ ആ പഠിപ്പിച്ചതാണ് ഈ കാണുന്നതൊക്കെയും. എന്നാൽ മറ്റേ അതുവാണ് ഉത്തരമാണ് 3 ചുമരുകൾ കൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടത്. വല്ലാഹു അഅലം. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതായത് അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര പരിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് നിന്ന് ചെയ്താലേ അത് ശിർക്കാണ്. അപ്പൊ ഇപ്പോ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ശിർക്കാണ്. അതിങ്ങനെ അടുത്ത് പോയാലേ ശിർക്കാണ്. നിങ്ങൾ കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. 3 ചുമ അങ്ങനെയുണ്ടോ? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? 3 ചുമലിന്റെ ശേഷമാണ് ഇസ്തിഗാസ ചെയ്താൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾ ഉത്തരം കേട്ടില്ല. അല്ല, സ്വസ്ഥമായി കേൾക്കും. ഒക്കെ എടുത്ത് സ്വസ്ഥമായി കഴിക്കും. തുറന്ന മനസ്സോടെ കഴിക്കും. നിങ്ങൾ ഈ സ്വന്തം ചോദിക്കരുത്. ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ കേൾക്കാത്തോണ്ടാണ്. ഇസ്തിഗാസ അല്ലാഹു അല്ലാത്ത ആരോട് നിങ്ങൾ എവിടുന്ന് ചെയ്താലും ശിർക്കാണ്. ഇനി ചുമരൊന്നും വേണ്ട, ഒരൊറ്റ ചുമരും വേണ്ട. നേരെ മുന്നിൽ പോയി കയ്യും പിടിച്ച് മുഖത്ത് നോക്കിയിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് പറയാണ്, എനിക്ക് ഹിദായത്ത് നൽകണേ, മഴ നൽകണേ, മുറാദ് ഹാസിലാക്കണേ, രോഗം ശിഫയാക്കണേ എന്ന് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ അത് ശിർക്കാണ്. ഒരു ചുമരും ഇല്ലല്ലോ, അത് ശിർക്കനെയാണ്. ചുമരല്ല ശിർക്ക് തീരുമാനിക്കുന്നത്, അഖീദയാണ്. റബ്ബിന് കൊടുക്കേണ്ടത് പടപ്പിന് കൊടുത്ത ശിർക്കായി. റബ്ബിനോട് തേടേണ്ട തേട്ടം പടപ്പിനോട് തേടിയ ശിർക്കായി. അത് നബിയാവട്ടെ, വലിയാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, ഏത് പടപ്പാവട്ടെ, അത് ശിർക്കാണ്. പിന്നെ ഞാൻ അതിനെ വീണ്ടും ചോദിക്കും. നിങ്ങൾ ഇരിക്കി, നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും വിട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഉത്തരം കേൾക്കി. നിങ്ങൾ പിന്നെയും ചോദിക്കും, അപ്പൊ ചുമര ഇവിടെ ചുമരിഞ്ഞ് പൊളിച്ചാലും ശിർക്ക് പോവില്ല. ആ 3 ചുമരും പൊളിച്ചു വിചാരിക്കാം, എന്നാലും ശിർക്ക് തന്നെയാണ്. അതാ പങ്ങൾ കേട്ടിട്ടില്ല, അതാ പങ്ങൾ കേട്ടിട്ടില്ല. നബി തങ്ങളുടെ ദുആ എന്താണ്? എന്നെ ആരാധിക്കരുതേ എന്നല്ല, എന്റെ ഉമ്മത്തിന് ശിർക്കുണ്ടാവരുതേ എന്നല്ല. അങ്ങനെയൊന്നും നബി ദുആ ചെയ്തിട്ടില്ല. പടച്ചോനെ എന്റെ ഉമ്മത്തിന് ശിർക്കുണ്ടാവരുതേ എന്ന് ദുആ ചെയ്താൽ ഈ ചോദ്യം ന്യായമാണ്. പടച്ചോനെ ഒരാളും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നബി ദുആ ചെയ്തെന്നാണ്, എന്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ റബ്ബേ. ആ ദുആക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. അതാണ് എന്ത്? 3 ചുമരുകൾ. ഏത്? ഖബറ് വിഗ്രഹമാകാതിരിക്കാനാണ് 3 ചുമര്. ഇസ്തിഗാസ ചെയ്യാതിരിക്കാനല്ല. ഇസ്തിഗാസക്ക് എന്ത് ചുമര്? ഖബറ് വിഗ്രഹമാകാതിരിക്കാനാണ് 3 ചുമർ. ഇനി ഇൻ കേസ് ഭാവിയിലെങ്ങാനും ഇതൊക്കെ പോയി ആ ചുമരൊക്കെ പൊളിച്ചു വിചാരിക്കാം. ആ ചുമരൊക്കെ പൊളിച്ചു എല്ലാവരും പോയിക്കാൻ അവിടെ ജാറം മൂടലും മുത്തലൊക്കെ തുടങ്ങി വിചാരിക്കാം. എന്നാലോ ആ ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇതുവരെ സ്വീകരിക്കപ്പെട്ടു. നബിന്റെ എല്ലാ ദുആയും സ്വീകരിക്കപ്പെട്ടുണ്ടോ? ഇല്ലല്ലോ. നബിതങ്ങളുടെ എല്ലാ എന്താ ആവേശം! നബിതങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടിയിട്ടില്ല. നബിതങ്ങൾ തന്നെ ഉമ്മത്തിന് വേണ്ടി 3 കാര്യം പ്രാർത്ഥിച്ചു. നബിതങ്ങൾ തന്നെ പറഞ്ഞു, അല്ലാഹ് 2 എണ്ണം തന്നു, 1 തന്നില്ല. എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ 3 കാര്യത്തിൽ പ്രാർത്ഥിച്ചു, എനിക്ക് 2 എണ്ണം അല്ലാഹ് തന്നു, 1 തന്നില്ല. ഏതാ തരാത്തത്? എന്റെ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാവരുതേ റബ്ബേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് ഭിന്നിക്കരുത് ദുആ ചെയ്തു, പക്ഷെ റബ്ബ് എനിക്ക് തന്നില്ല. ആ ദുആ അല്ലാഹ് അംഗീകരിച്ചില്ല. നബിതങ്ങൾ തന്നെ പറഞ്ഞതാണ്. അപ്പൊ നബിതങ്ങളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹ് പറഞ്ഞു പറ്റൂല, അത് ഓർക്കാനേ പറ്റൂല. ആ ദുആയിൽ മാതൃകയില്ല എന്ന് പറഞ്ഞു. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹ് പറഞ്ഞു ഇല്ല, ഉത്തരമില്ല. ഇനി അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ, ഇനി ഈ വക ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് തിരുത്തി കൊടുത്തു. എന്നാൽ ഈ ദുആക്ക് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടുണ്ട്. നബി തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെയും ഈ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏത് ദുആക്ക്? ഖബറ് വിഗ്രഹമാക്കരുതേ എന്ന ദുആക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഖബറിന്റെ ഉള്ളിലേക്ക് അടക്കാൻ പറ്റാതെ പോയത്, ആ ഖബറ് പോയി ജാറം മൂടാൻ പറ്റാതെ പോയത്, ആ ഖബറിനെ വെളുക്കെത്തിക്കാൻ പറ്റാതെ പോയത്, ആ ഖബർ തൊട്ടുമുത്താൻ കഴിയാതെ പോയത്. ആ ദുആക്ക് ഉത്തരമാണ്. എന്നാൽ ലോകത്ത് പലയിടത്തും ആളുകൾ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. അത് എവിടുന്ന് വിളിച്ചാലും, മദീനത്ത് പോയാലും, ഖബറിനെ ചെന്നാലും, ഇവിടുന്ന് വിളിച്ചാലും എല്ലാം ശിർക്ക് തന്നെയാണ്. അത് ഉണ്ടാകരുതേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ദുആ ചെയ്തിട്ടില്ല. ദുആ ചെയ്തത് ഖബറിന്റെ വിഷയത്തിലാണ്. അത് അല്ലാഹു തആല ഇതുവരെയും ഉത്തരം ഏകിയിട്ടുമുണ്ട്. അല്ലാഹു അക്ബർ.